ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെയും ദിലീപിന്റെയും ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ലാലേട്ടന്റെ ഏറ്റവും പുതിയതായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ സത്യനന്ദിക്കാട് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലാലേട്ടന്റെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ഫൺ കോമഡി എന്റർടൈനർ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പത്രമാധ്യമത്തിലൂടെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന സിനിമയ്ക്ക് സത്യനന്ദിക്കാടാണ് കഥ രചിച്ചിരിക്കുന്നത്. തിരക്കഥ സോനു ടി പി എന്ന നവാഗത തിരക്കഥാകൃത്തിൻ്റെതാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഡിസംബറിലായിരിക്കും ആരംഭിക്കുക. കൊച്ചിയും പൂനെയും ആയിരിക്കും സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. ഇതിൽ പൂനെയിലായിരിക്കും സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം നടക്കുക. ലാലേട്ടൻ സിനിമയിലെ നായികയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം സിദ്ദിഖിന് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് എന്നാണ് സത്യനന്ദിക്കാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ ലാലേട്ടനോടൊപ്പം നിലവിൽ സമീപകാലത്ത് അഭിനയിക്കാത്ത പല താരങ്ങളെയും കാണാമെന്ന് കൂടി സത്യനന്ദിക്കാട് സൂചന നൽകുന്നുണ്ട്. അങ്ങനെ ലാലേട്ടനെ നായകനാക്കി വീണ്ടും ഒരു സത്യനന്ദിക്കാട് സിനിമ വരികയാണ്. കാത്തിരിക്കാം ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയിലേക്ക് വരികയാണെങ്കിൽ ദിലീപിന്റെ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ കാസ്റ്റ് അപ്ഡേറ്റ്, ഷൂട്ടിംഗ് അപ്ഡേറ്റ്, ഒപ്പം തന്നെ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചുള്ള റൂമേഴ്സ് എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതെല്ലാമാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അറിയിക്കുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ബബ്ബബ എന്ന സിനിമയുടെ ചിത്രീകരണം ഈ വരുന്ന ജൂലൈ 14 ആരംഭിക്കും. കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഒപ്പം തന്നെ പാലക്കാട് എന്നിവിടങ്ങളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം പ്രധാനമായിട്ടും നടക്കുക. സിനിമയിൽ ഒരു വൻ താരനിര തന്നെയുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് പേരുടെ ഒഫീഷ്യൽ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദിലീപിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട റോളിൽ വിനീത ശ്രീനിവാസനും മറ്റൊരു റോളിൽ ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഇവരെ കൂടാതെ സിദ്ധാർത്ഥ ഭരതൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, അശോകൻ, സലീം കുമാർ, ജി സുരേഷ് കുമാർ, ഒപ്പം തന്നെ റിയാസ് ഖാൻ, സെന്തിൽ കൃഷ്ണ, ഒപ്പം സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നൂറിൻ ഷെറീഫ് കൂടി അഭിനയിക്കുന്നു. കൂടാതെ അന്യഭാഷയിലേക്ക് വരികയാണെങ്കിൽ സാൻഡി മാസ്റ്റർ അഭിനയിക്കുന്ന സിനിമയിൽ തമിഴിലെ മറ്റൊരു പ്രമുഖ കൊമേഡിയൻ കൂടിയായ കിങ്സ്ലി കൂടി അഭിനയിക്കുന്നുണ്ട്. ഒപ്പം ശരണ്യ പൊൻവണ്ണന്റെ അപ്ഡേറ്റ് കൂടി കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് ഗോകുലം മൂവീസ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ വലിയൊരു താരനിര തന്നെ സിനിമയുടെ ഭാഗമാണ് എന്ന് ഈ കാസ്റ്റിംഗ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ബബബ സിനിമയുടെ പ്രഖ്യാപന സമയത്ത് ചിത്രം ഒരു ഫൺ, ആക്ഷൻ, അഡ്വഞ്ചർ, മാഡ്നസ്, ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ പ്ലോട്ട് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രാമത്തിലെ കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു ജ്യോതിഷന്റെ കഥാപാത്രമാണ് സിനിമയിലെ ദിലീപ് കഥാപാത്രമെന്നും അയാൾക്ക് ഒരിക്കൽ ടൈം ട്രാവൽ ചെയ്യാനുള്ള വരം ലഭ്യമാകുന്നു. അങ്ങനെ ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും ടൈം ട്രാവൽ ചെയ്യുന്ന ദിലീപിന്റെ കഥാപാത്രത്തിന് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ പ്ലോട്ട് എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഇതൊരു റൂമേഴ്സ് മാത്രമാണ്. കാത്തിരിക്കൂ ബബബ എന്ന ദിലീപ് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്.